സ്പോയിലറിൽ തന്നെയാണെങ്കിലും സ്പോയിലർ ഉള്ളതുകൊണ്ട് അതിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പൊ നേരെ മറിച്ച് സണ്ണി ലിയോണുമായിട്ട് ഇന്ത്യയിലെ മെയിൻ സ്ട്രീമിലെ പല ആക്ടേഴ്സും അഭിനയിക്കാത്ത സമയത്ത് തന്നെ മമ്മൂക്ക അഭിനയിച്ചു. അത് വേറൊരു വിഷയം. അപ്പം ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാർസും ചെയ്യാത്ത അതിലേക്ക് കടക്കുന്നില്ല. അപ്പം ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാർ ചെയ്യാത്ത പല സംഗതിയും എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മെഗാസ്റ്റാർ ചെയ്യുന്നത്? അങ്ങനെ സൂപ്പർ സ്റ്റാറുകൾക്ക് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല ഒന്നുമില്ലല്ലോ. ഓരോരുത്തർക്ക് അവരവരുടെ ഞാനീ മെഗാസ്റ്റാറാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളല്ല. എനിക്ക് ഇപ്പോഴും കഥാപാത്രങ്ങളോടുള്ള ആർത്തി അവസാനിച്ചിട്ടില്ല. ഈ കാതൽപോലെയുള്ള സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞാൻ പേരെന്തെന്ന് പറഞ്ഞ സിനിമയിലൊക്കെ അവസാന രംഗം ഞാൻ വിവാഹം കഴിക്കുന്നത് ആരെയാണ് നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതും ഇതിനു മുമ്പും അങ്ങനെയാണ്, അതിന് മുമ്പത്തെ കഥാപാത്രങ്ങളും അങ്ങനെയാണ്. ഞാൻ നടനാകാൻ ആഗ്രഹിച്ച ആളാണ്, ഇപ്പോഴും ആ ആഗ്രഹം കൊണ്ടു നടക്കുന്ന ആളാണ്. ഇതുവരെ പൂർത്തിയായിട്ടില്ല. ജയറാമിനായിട്ടുള്ള വ്യക്തിബന്ധം എന്ന് പറയുന്നത്, ജയറാം സിനിമാ നടനാകുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിച്ച് രാവിലെ എന്നൊക്കെ വന്ന് രണ്ട് ഫോട്ടോ എടുത്തോളാം. ഇപ്പം രാവിലെ അപ്പോൾ ജയറാമിനോട് അതുപോലെ നമുക്കറിയാമല്ലോ. അത് സിനിമയിൽ വന്നതിനെ കൂടെ സന്തോഷം ഉണ്ടായിരുന്നു എന്നൊക്കെ. പിന്നെന്താ എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ ഇന്നലെയൊക്കെ വിജയുടെ കൂടുതലുള്ള ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു മെഡ്രാസിൽ. അപ്പോൾ പടം ഇറങ്ങിയെന്ന് പറയുമ്പോൾ വിജയ് ഓടി വന്നിട്ട് ചോദിച്ചാൽ ഇതിൽ മമ്മൂട്ടി സാർ വരാം അപ്പടിയാ. അങ്ങനെയാണ് എനിക്ക് ഇമ്മീഡിയറ്റ് സിനിമ കാണുന്നത്. എന്താ ചെയ്തിട്ടുള്ളതൊന്നും കാണാൻ വേണ്ടിയിട്ട്. അത് ഇത്ര ഡിഫറെൻ്റ് ആയിട്ട് ഓരോ പടങ്ങളും സെലക്ട് ചെയ്യുന്ന അദ്ദേഹം എന്തെങ്കിലും കാരണം ഉണ്ടാവും. ആ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞിട്ട് പുള്ളി പടം കാണാനായിട്ട് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്.